മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുതമ്പുരാനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശുതമ്പുരാൻ ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നു ദുരിതം. നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനുമായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് ചുഴിഞ്ഞെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടും കൂടി നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 10ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി, നമുക്കറിയാം, ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ നാം നൊയമ്പ് കാലം ആഘോഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം. നമുക്ക് ഈ 15 ദിവസം നൊയമ്പ് നോക്കി പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗാരോപണത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് പരിശ്രമിക്കാം. 6-ാം തീയതി മുതൽ തേജസ്കരണ കാലം ആരംഭിക്കുകയാണ്. പുതിയ കാലം ആരംഭിക്കുകയാണ്. തേജസ്കരണ കാലം, മഹുദ്ധീകരണത്തിൻ്റെ കാലം. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. 3 വളരെ വ്യത്യസ്തമായ എപ്പിസോഡുകളാണ് ഇതിനകത്തുള്ളത്. എന്നാൽ 3-4 ചിന്തകളും നമുക്കിതിനകത്തു നിന്നും രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ? ഈ ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. കാരണം സ്വർഗരാജ്യത്തിൽ ചെറിയവനും വലിയവനും ഉണ്ടോ? തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ ചെറിയവനും വലിയവനും ഉണ്ട്. കാരണം ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അതിവിശുദ്ധരായ മനുഷ്യരൊക്കെ വലിയവരാണ്. പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പ് പിതാവ്, അപ്പസ്തലന്മാർ, ഗോത്രപിതാക്കന്മാർ, ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. രക്തസാക്ഷികൾ, അതുപോലെ വിശുദ്ധരായ ആളുകൾ, പ്രിയപ്പെട്ട ആളുകളാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലെത്തുന്ന ചെറിയ ആളുകളുമുണ്ട്. സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്ത് വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിലെത്തുന്നവരെല്ലാവരും ഒരുപോലെയല്ല. സ്വർഗത്തിൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കാമെങ്കിൽ ആകാശത്തിലെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയാണ് സ്വർഗത്തിൽ. സൂര്യനുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് സൂര്യനാണെങ്കിൽ മിശിഹാ കർത്താവ് ചന്ദ്രനാണ്. പ്രഭേറിയ നക്ഷത്രങ്ങളുണ്ട്, പ്രഭ കുറഞ്ഞ നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ വലിയവനും ചെറിയവനുമുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ആരാണ് വലിയവൻ? കർത്താവ് പറയുകയാണ്, ഒരു കൊച്ചു ശിശുവിനെ പോലെ ആരായി തീരുന്നുവോ? ശിശുവിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് നിഷ്കളങ്കതയാണ്. കളങ്കമില്ലാത്തവൻ, നിഷ്കളങ്കതയാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. രണ്ടാമത്, ഒരു ശിശുവിനെ പോലെ
അപ്പനെയും അമ്മയും ആശ്രയിച്ച് നിരാശ്രയനാണവൻ. അപ്പനെയും അമ്മയും ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. അപ്പനും അമ്മയും പറഞ്ഞ് എന്തും വിശ്വസിക്കുന്നവനാണവൻ. ഇതാണ് ഒരു ശിശുവിൻ്റെ പ്രത്യേകതകൾ. നിഷ്കളങ്കനാണ്, അപ്പനും അമ്മയിലും പരിപൂർണമായി ആശ്രയിക്കുന്നവനാണ്, നിരാശ്രയനാണ്. അവൻ എല്ലാവരെയും സ്നേഹിക്കും. അവന് വകഭേദമൊന്നുമില്ല, ജാതി മതഭേദമൊന്നും അവനില്ല. അങ്ങനെയുള്ള ഒരാളാണ് സ്വർഗത്തിൽ വലിയവനായി തീരുവാനായിട്ട് പോകുന്നത് എന്ന് കർത്താവ് ഒരു ശിശുവിനെ എടുത്തു വെച്ചിട്ട് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാഗം 6-ാം അധ്യായം മുതൽ ദുഷ്പ്രേരണയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മത്തായി ശ്ലീഹ പറയും, ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നത് ആരായാലും അവൻ്റെ കഴുത്തിൽ കഴുതയുടെ തിരികല്ല് കെട്ടി കടലിലെറിയണം. അവന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല. ഏറ്റവും ചെറിയ ഒരാളെപ്പോലും അവൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതം കൊണ്ടോ ദുഷ്പ്രേരണ നൽകുന്നെങ്കിൽ അവൻ മരിക്കണം. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ദുഷ്പ്രേരണ നൽകുന്ന ഒരുപാട് പേരുണ്ട്. ചിലരുടെ വാക്കുകൾ ചീത്ത വാക്കുകൾ, അഴുക്ക് വാക്കുകൾ, പ്രാക്ക് വാക്കുകൾ, ഇങ്ങനെ അഴുക്ക് വാക്കുകൾ പറയുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട്. ശപിക്കുന്നവരുണ്ട്. ഇവരൊക്കെ വലിയ ദുഷ്പ്രേരണ നൽകുന്നവരാണ്. തെറ്റായ ജീവിതക്രമത്തിൽ നയിക്കുന്നവരുണ്ട്. മദ്യത്തിന്, മയക്കുമരുന്നിന് ഒക്കെ അടിമകളായി ജീവിച്ച് മറ്റുള്ളവരെ അതിനകത്ത് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്. 6-ാം പ്രമാണത്തിനും 9-ാം പ്രമാണത്തിനും എതിരായിട്ട് പാപം ചെയ്ത് ജീവിക്കുന്നവരും മറ്റുള്ളവരെ ആ പാപത്തിന് പ്രേരിപ്പിക്കുന്നവരുമുണ്ട്. അനേക മനുഷ്യർ അങ്ങനെ പാപത്തിൽ ജീവിക്കുന്നവരുണ്ട്. പാപത്തിന് മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് പറയുന്നത് അവർ കഴുതിൽ തിരികല്ല് കെട്ടി കടലിലെറിയണം. വീണ്ടും കർത്താവ് പറയാം, നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണക്കാരൻ വെട്ടിക്കള, നിന്റെ കാല് നിനക്ക് ദുഷ്പ്രേരണക്കാരൻ വെട്ടിക്കള, നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണക്കാരനെങ്കിൽ തുഴഞ്ഞെടുത്തുകള. കർത്താവ് പറയുന്നത് ദുഷ്പ്രേരണയ്ക്ക് കാരണമായ ഒന്ന് ജീവിക്കാൻ അവകാശമില്ലാത്തത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ വന്നാൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ നമ്മൾ ആ ക്യാൻസർ ഭാഗം അറുത്ത് മുറിച്ച് കളയും, ഓപ്പറേറ്റ് ചെയ്ത് മുറിച്ച് കളയും. കാരണം ഇല്ലെങ്കിൽ എന്താണ്, ഈ ക്യാൻസർ ശരീരം മുഴുവൻ പടരാനുള്ള സാധ്യതയുണ്ട്. അവൻ മാരക രോഗിയാകാൻ കാരണമുണ്ട്. പെട്ടെന്ന് അവൻ്റെ മരണം സംഭവിക്കാനിടയുണ്ട്. ഇതുപോലെ തന്നെയാണ് ദുഷ്പ്രേരണ. അനേകരിലേക്ക് ഇത് പടർന്ന് പോകും. തീ പടരുന്നത് പോലെ പടരും. അനേകരുടെ നിത്യ സമ്മാനം നഷ്ടപ്പെടും. സ്വർഗ സൗഭാഗ്യം നഷ്ടപ്പെടും. അനേകര് പിശാചിന് അടിമയാകും. പലരും പിശാചിന് അടിമകളായി ജീവിക്കുന്നവർ അറിയുന്നില്ല. പാപത്തിൽ ജീവിക്കുന്നവർ, കള്ളം പറയുന്നവർ, ഏഷണി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, രാകുന്നവർ, ശപിക്കുന്നവർ, കുശുമ്പും കുന്നായ്മയും ഏഷണിയും പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ, മറ്റുള്ളവരെ ചതിക്കുന്നവർ, മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ, കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാത്തവർ, കൊലപാതകം ചെയ്യുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവർ, മോഷ്ടിക്കുന്നവർ, ഇങ്ങനെ അനേകം മനുഷ്യർ പാപത്തിൽ ജീവിക്കുന്നു. പക്ഷെ പാപബോധമില്ല. അവർ മറ്റുള്ളവരെയും പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. കർത്താവ് പറയുകയാണ്, അവൻ അംഗഹീനനായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നിത്യനരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത്. നിന്റെ ഒരു അവയവം പാപത്തിന് കാരണമാണെങ്കിൽ വെട്ടിക്കള, ചൊഴിഞ്ഞെടുത്ത് കള, രക്ഷപ്പെട. പാപത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ് കർത്താവ് പറയുന്നത്. 3-ാമത്തെ എപ്പിസോഡ് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് 2 ഭാഗങ്ങൾ അതിനകത്തുണ്ട്. 1-ാമത്തെ ഭാഗം 10ഉം 11ഉം വാക്യങ്ങൾ കർത്താവ് പറയാണ്, ഏറ്റവും ചെറിയൊരാരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. കാരണം അവരുടെ ദൂതന്മാരുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഒരു ദോഷമുണ്ട്. സാധാരണ ഇപ്പോൾ നിരന്തരമായി വരുന്നവരുടെ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകം വായിക്കാതെ അതിൻ്റെ ഉള്ളടക്കം അറിയാതെ അതിൻ്റെ കവർ നോക്കിയിട്ട്, കവർ നല്ലതാണെങ്കിൽ ബെസ്റ്റ്, കവർ മോശമാണെങ്കിൽ വേഴ്സ്റ്റ് എന്ന് പറയുന്നരുത്. അതിൻ്റെ ഉള്ളടക്കം അറിയണം. ആരെയും നിന്ദിക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ആൾക്കാരെ കാണുന്നത്?
സമ്പത്തുള്ളവരെ, സ്ഥാനമാനമുള്ളവരെ, വിലയും നിലയുമുള്ളവരെ, ഇവരെയൊക്കെ നമുക്കെല്ലാം വലിയ അഭിമാനമാണ്. അവരുടെ കൂടെ ഇരുന്ന് പടമെടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്. സിനിമാ നടന്മാര്, നടിമാര്, ക്രിക്കറ്റ് കളിക്കാര്, മറ്റു കളിക്കാര്, ഇവരുടെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി, ഇവരുടെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി, ഇവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത് ത്യാഗം സഹിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ഇവരൊക്കെയുള്ള എങ്ങനെയുള്ള മനുഷ്യരാ? ആർക്കറിയാം? എന്താണ് ഇവരുടെ ആധ്യാത്മികത? എന്താണ് ഇവരുടെ പരിശുദ്ധി? അവർക്ക് ആരെയും നിന്ദിക്കാൻ നമുക്ക് അവകാശമില്ല. ഏറ്റവും ചെറിയവരിൽ ഒരുവനിൽ പോലും ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കണം. എന്താ കാരണം അറിയാമോ? ദൈവം അത്രമാത്രം വില കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും. അവരുടെ മാലാഖമാർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെയും നിന്ദിക്കരുത്, ആരെയും അപമാനിക്കരുത്, ആർക്കെതിരെയും ദുഷ്വാക്യങ്ങൾ പറയേണ്ടത്, ആരെയും ചെറുതായി കാണരുത്, ആരെയും നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാക്കരുത്, ആർക്കും നമ്മളൊരു ശല്യമായിട്ട് മാറരുത്. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, എല്ലാവരുടെ സ്നേഹം കാണിക്കുവാൻ, എല്ലാവരെയും പരിഗണിക്കുവാൻ വളരെ മനോഹരമായി യാക്കോബ് ഇത് പറയുന്നുണ്ട്. ധനികനായൊരു മനുഷ്യൻ നിന്റെ അടുക്കിലേക്ക് വന്നാൽ നീ വലിയ സ്വീകരണം കൊടുക്കും. ദരിദ്രനായൊരുത്തൻ വന്നാലോ നീ അവനെ അവഗണിക്കും. പക്ഷഭേദം കാണിക്കരുതെന്നാണ് യാക്കോബ് പറയുന്നത്. വളരെ സത്യമല്ലേ അത്? സത്യത്തിൽ ഈ പരിഗണന കൊടുക്കേണ്ടത് ധനവാനാണോ? അവനൊരു വീട്ടിൽ ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്, ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമുണ്ട്. ഈ പാവപ്പെട്ടവൻ ആഹാരം പോലും കാണത്തില്ല, അവനെ പരിഗണിക്കുക. അതുകൊണ്ട് കർത്താവ് മത്തായി ശ്ലീഹ പറഞ്ഞത്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു എന്ന് പറയാൻ കാരണം അതാ പ്രിയ സഹോദരങ്ങളെ. പിന്നെ അവസാന ഭാഗത്തിൽ കർത്താവ് പറയുന്നത് വളരെ മനോഹരമാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്, കണക്കുകൾ തെറ്റാണ്. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ വചനം പറയുന്നത് 99 മലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്തുവോളം അന്വേഷിച്ചു പോകും. കണ്ടെത്തി കിട്ടുകയുമ്പോൾ ഈ 99 കൂടുതൽ സന്തോഷം ആ ഒന്നിനെ കുറിച്ച് ഉണ്ടാകുമെന്നാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമല്ലേ? പക്ഷെ കർത്താവിന് അങ്ങനെയാണ്. ഈ 99 രക്ഷപ്പെടുമ്പോഴും ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഒരാൾ പോലും നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം അവൻ ഭൂമിയിലേക്ക് വന്നത്, പാടുപെട സഹിച്ചത്, കാൽവരിയിൽ മരിച്ചത് എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും കൊടും പാപി പോലും കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അവൻ്റെ മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അവൻ്റെ അനുതാപമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ചയിൽ കർത്താവ് നമ്മളോട് പറയുന്ന വളരെ മനോഹരമായ 3 ചിന്തകൾ. 1, ആരാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ? 2, ആർക്കും ഒരിക്കലും ദുഷ്പ്രേരണയ്ക്ക് കാരണക്കാരാകരുത്. 3, ഏറ്റവും ചെറിയവരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ പോലും അവഗണിച്ച് കളയരുത്. അതിനെ അന്വേഷിക്കുവോ, കണ്ടെത്തുവോളം അന്വേഷിച്ച് തിരിച്ചെത്തിക്കുവാൻ, എത്ര കൊടുമ്പാപിയെയും അനുതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുക. അങ്ങനെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യ വിസ്തീർണത്തിന് വേണ്ടി നമുക്ക് ഒത്തുചേർന്ന് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.